ഹലോ, ഞാൻ പ്രീത ചേച്ചി. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അത് കൂടാതെ തന്നെ ഓവർ ബീറ്റ് ആയി പോകുന്ന ക്രീം എങ്ങനെ നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കാം എന്നുള്ളതും, പിന്നെ ഒരു 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രായം കൂടുന്നത് അവരെ അറിയാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടി ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രീത ചേച്ചി, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ പറഞ്ഞു വരുന്ന ഇത് അനശ്വര എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ബ്രദറിൻ്റെ വെഡിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു റെഡ് വെൽവെറ്റിൻ്റെ ടോൾ കേക്കാണ് അവർ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ടോൾ കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ വെച്ചാൽ അതിനിടയ്ക്ക് നമ്മൾ ഒത്തിരി സ്റ്റിക്കാക്കി വെക്കണം. കാരണം ഐസിങ് ചെയ്യുമ്പോൾ അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തപ്പോൾ ക്രീം ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് അത് ഓവർ ബീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ലൂസായ ക്രീം ഇരിപ്പുണ്ടല്ലോ നമ്മുടെ, ആ ക്രീം കൂട്ട് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. കുറച്ച് ഒഴിക്കുക, എന്നിട്ട് നമ്മൾ ഇളക്കി നോക്കുക. എന്നിട്ട് ഏകദേശം അതിൻ്റെ എയർ ബൗൾസ് എല്ലാം നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ അതങ്ങ് പോകും. ആ പോകുന്ന പരുവത്തിന് എടുക്കണം കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചൊഴിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരോടെ വേണേൽ ഒഴിക്കായിരുന്നു, ഞാൻ ഒഴിച്ചില്ല. എന്നിട്ട് പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയുകൊണ്ട് ഞാനത് ഐസിങ് ചെയ്തു. പിന്നെ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഞാൻ പറയാൻ വന്നത്, 40 കഴിഞ്ഞ് ജോലി ഇല്ലാത്തവരെ അപേക്ഷിച്ചാവും കേട്ടോ. ജോലിയുള്ളവർ, നമ്മൾ ചെറുപ്പം ഒരു 40 വയസ്സ് വരെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ പഠനം, അവരുടെ സ്വഭാവ രൂപീകരണം, ഇതൊക്കെ നമ്മൾ അറിയണം. അവരെ നമ്മൾ അത്രമാത്രം ശ്രദ്ധിച്ചാൽ മാത്രമാണ് കുട്ടികളുടെ സ്വഭാവം നന്നായി വരുള്ളൂ കേട്ടോ. അപ്പോൾ 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ കണ്ടുപിടിക്കണം. അത് 40 കഴിയുമ്പോൾ എന്നാന്ന് വെച്ചാൽ പ്രത്യേകം വെച്ചാൽ നമുക്ക് കുറച്ച് പക്വതയൊക്കെ വരും, കുറേ അനുഭവ ജ്ഞാനം വരും, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള നല്ലൊരു പ്രാപ്തിയൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നമ്മളൊരു തൊഴിൽ കണ്ടുപിടിക്കുക, അതിൽ നിന്നൊരു വരുമാനം നേടുക. പിന്നെ അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ വ്യാപൃതനായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ടെൻഷൻ ഉണ്ടാവില്ല, നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കില്ല. പിന്നെ നമുക്ക് പ്രായം കൂടുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മൾ അറിയില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാനിതൊക്കെ പറയണത്. ഞാൻ ശരിക്കും തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു 40 ആയപ്പോഴാണ് ഞാൻ പയ്യെ തുടങ്ങിയത്. ഓരോരോ ചെറിയ തുടങ്ങി അവസാനം ഞാനിപ്പം ബേക്കിങ്ങിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷപ്രദമാക്കി നമ്മൾ ജീവിക്കുക. അതിലൂടെ നമുക്കൊരു വരുമാനവും കിട്ടുമ്പോൾ നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമുക്ക് ഈ പ്രായമാകുമ്പോഴാണല്ലോ നമുക്ക് ചെറിയ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക്, അതിനു മുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് തികയില്ല. കാരണം നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങളായി ഇതൊക്കെ. പക്ഷെ പിന്നെ 40 ആകാത്തവർ വിഷമിക്കണ്ട, ആകുമ്പോൾ എടുത്താൽ മതി. 40 ആയവർ ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെറുത് തല്ലിക്കൂട്ടി എന്തൊക്കെയെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം കേട്ടോ. അപ്പോൾ